Dear students, welcome to the new video lecture on circuits and networks. In this video, we will discuss about another problem in transient analysis using transformed networks. നമുക്കിനി അടുത്തൊരു പ്രോബ്ലം നോക്കാം ട്രാൻഷ്യൻ്റ് അനാലിസിസിൽ തന്നെ യൂസിങ് ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക്സ്. സോ ഇവിടെ എന്താണ് പ്രോബ്ലം? ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് സ്റ്റഡി സ്റ്റേറ്റ് എക്സിസ്റ്റ് വെൻ ദ സ്വിച്ച് ഈസ് ഇൻ ദ പൊസിഷൻ എ. At a time t is equal to 0, the switch is moved to position B. Obtain an expression for inductor current for time t greater than is equal to 0. Greater than or equal to, here it is only shown as greater than 0. So എന്താണ് ഇനീഷ്യലി ആ പൊസിഷൻ സ്വിച്ചിൻ്റെ പൊസിഷൻ എവിടെയായിരുന്നു? പൊസിഷൻ എയിലായിരുന്നു. ദെൻ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 പൊസിഷൻ ബിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇൻഡക്ടർ കറണ്ടിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ആദ്യം പൊസിഷൻ എയിലായിരുന്നു. സോ അത് വെച്ചിട്ട് ഇനീഷ്യൽ കണ്ടീഷൻ, ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഇൻഡക്ടറിൻ്റെ കൂടെ ഇൻഡക്ടറുണ്ട്, കപ്പാസിറ്ററുണ്ട്. സോ ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ കണ്ടുപിടിക്കണം. ആ ഇനീഷ്യലി കപ്പാസിറ്ററിന് അക്രോസ് വോൾട്ടേജ് ഉണ്ടോ, അതേപോലെ ഇനീഷ്യലി ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് എന്താണ്, അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. സോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ഇനീഷ്യൽ സർക്യൂട്ട് വരയ്ക്കും. ഇനീഷ്യൽ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി സ്റ്റഡി സ്റ്റേറ്റിലാണ്. സോ ഇൻഡക്ടർ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്, കപ്പാസിറ്റർ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. പിന്നെ ഒരു കാര്യം, ഇവിടെ നമ്മുടെ ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഈ കണക്ഷനാണ് ഉള്ളതെങ്കിൽ, ഇനീഷ്യലി ഈ കണക്ഷനാണ് ഉള്ളത്. എ എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. എ എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ് കണക്ഷൻ. സോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൽ കൂടെ പോയി ഇൻഡക്ടറിൽ കൂടെ പോയി തിരിച്ചിങ്ങോട്ട് എത്തും. ആ കപ്പാസിറ്ററിൻ്റെ അതിൽ കൂടെ കപ്പാസിറ്ററിലേക്ക് കറണ്ടൊന്നും ഫ്ലോ ചെയ്യുന്നില്ല. കപ്പാസിറ്ററിൻ്റെ ഭാഗം, കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡ് എന്താണ്? ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. സോ എന്തായാലും കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് നോക്കാം. സോ ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇനീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ നെറ്റ്വർക്ക്, ആ കപ്പാസിറ്റർ ഓപ്പൺ ആണ്. കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡ് ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടല്ല, അത് വെറുതെ നിൽക്കുകയാണ്, വായുവിൽ നിൽക്കുകയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ കപ്പാസിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? ഒമിറ്റ് ചെയ്തു. സോ ഇനീഷ്യലി കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്താണ്? 0 ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനീഷ്യലി എല്ലായ്പ്പോഴും കപ്പാസിറ്ററിനും ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടാവണമെന്നില്ല. സോ ഇനീഷ്യലി കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 0 ആണ്. ദെൻ ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് കാണാൻ ഈ സർക്യൂട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്താൽ മതി. ഈ സർക്യൂട്ടിൽ എന്താണ്? ആകെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉള്ളൂ. ദെൻ ആ വോൾട്ടേജ് സോഴ്സ് കാണുന്ന ഒരേ ഒരു റെസിസ്റ്റൻസ് ഈ 1 ohm റെസിസ്റ്റൻസ് മാത്രമാണ്. ഇൻഡക്ടർ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. സോ വോൾട്ടേജ് 2 ആണ്. ആ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് വരുന്ന കറണ്ട്, ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ്. ആ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. എത്രയാവും? വോൾട്ടേജ് 2 volt ഡിവൈഡഡ് ബൈ ആ വോൾട്ടേജ് കാണുന്ന ടോട്ടൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 1 ohm. 2 volt ബൈ 1 ohm. സോ നമുക്ക് എത്ര കിട്ടും? 2 ആംപിയർ എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കാണാം? ആ ഇനീഷ്യൽ കറണ്ട് കിട്ടി. ദെൻ ഇനീഷ്യൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്താണ്? വെറുതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കണം, ഇങ്ങോട്ടും കണക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും, 0 volt. സോ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് 2 ആംപിയർ ആയിട്ടും, ദാറ്റ് ഈസ് ദിസ് വൺ ഈസ് നമ്മുടെ I0 ആണ്, ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട്, ഇനീഷ്യൽ കറണ്ട്. ദെൻ വോൾട്ടേജ്, ഇനീഷ്യൽ വോൾട്ടേജ് V0 എന്ന് പറയുന്നത് എത്രയാണ്? 0 volt. ഇനീഷ്യൽ കറണ്ട് ത്രൂ ഇൻഡക്ടർ I0 is equal to 2 ആംപിയർ. സോ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? അടുത്തത് T is equal to 0 പ്ലസിലത്തെ സർക്യൂട്ട് നമ്മൾ വരയ്ക്കണം. സോ T is equal to 0 പ്ലസിലത്തെ സർക്യൂട്ട് എങ്ങനെയാണ് വരയ്ക്കുക? നമ്മുടെ ഇതാണ് സർക്യൂട്ട്. ഇതിൽ ആ പൊസിഷൻ എയിൽ നിന്ന് മാറ്റി പിന്നെ എന്താക്കി? നമ്മുടെ പൊസിഷൻ ബിയിലോട്ട് മാറ്റി. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ആവും. ഇവിടെ കണക്ഷൻ ഇല്ല. ഈ 1 ohmൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷനൊന്നുമില്ല. സോ ഒരു ഭാഗം ഈ സർക്യൂട്ടിന് ഇവിടെ നിന്ന് പോകുന്ന കറണ്ടിന് കംപ്ലീറ്റ് ആക്കാൻ ഒരു വഴിയില്ല. സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കും. ദെൻ എന്താ ഉണ്ടാവുക? നമ്മൾ പെട്ടെന്ന് ആദ്യം ഇനീഷ്യലി എയിലായിരുന്നപ്പോൾ കറണ്ട് എന്ത് ചെയ്തു? ഇൻഡക്ടറിൽ കൂടെ ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എയിൽ നിന്ന് ബിയിലോട്ട് ആക്കിയപ്പോൾ എന്തുണ്ടാവും? ഇൻഡക്ടറിൽ കൂടെ കറണ്ട് പെട്ടെന്ന് 0 ആവുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? കപ്പാസിറ്ററിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യും. സോ ഇൻഡക്ടറിൽ കൂടിയും കപ്പാസിറ്ററിൽ കൂടി ആയിട്ട് എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ T is equal to 0 പ്ലസിലത്തെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കപ്പാസിറ്ററും ഇൻഡക്ടറും ചേർന്ന ഈ, ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ടാങ്ക് സർക്യൂട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഈ റെഫറൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഈ കറണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇപ്പോൾ ഇൻഡക്ടറിൽ കൂടിയും കപ്പാസിറ്ററിൽ കൂടിയാണ്. അങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനർജി പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് ലോസ് ആയി പോകുന്നില്ല. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫൈനൈറ്റ് ആയിട്ട് ആ കറണ്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത്
കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും സ്റ്റോർ ചെയ്തുള്ള എനർജി പരസ്പരം എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ട് ടി ഈസ് ഈക്വൽ ടു 0 പ്ലസ്സിലത്തെ സർക്യൂട്ട്, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എന്ത് മതി? നമ്മുടെ സർക്യൂട്ട് മതി. ഇപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 പ്ലസ്സിലത്തെ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും വരിക. കപ്പാസിറ്റർ ഉണ്ടാവും, ഇൻഡക്ടർ ഉണ്ടാവും, ടി ഈസ് ഈക്വൽ ടു. സോ സ്റ്റെപ്പ് 2 ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കും? സർക്യൂട്ട് ആയിട്ട് ടി ഈസ് ഈക്വൽ ടു 0 പ്ലസ് വരയ്ക്കും. സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇതിൽ ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട്, ഇൻഡക്ടറിൽ ഇനീഷ്യലി എന്തുണ്ട്? ഒരു കറണ്ട് ഉണ്ട്. അതിങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. I0 എന്ന് പറയും. അത് എത്രയാണ്? 2 ആംപിയർ ആണ്. ദെൻ നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് എന്തില്ല? വോൾട്ടേജ് ഇല്ല. സോ V(0) എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ. ദെൻ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ ആണ് എന്ത് വരയ്ക്കേണ്ടത്? ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് എന്ത്? നമ്മുടെ I(t) ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻഡക്ടറിലുള്ള കറണ്ട് I(t) അല്ലെങ്കിൽ IL(t) എന്ന് നമുക്ക് പേര് കൊടുക്കാം. സോ ഞാനിവിടെ I(t) എന്ന് പേര് കൊടുക്കുകയാണ്. ഈ I(t) കണ്ടുപിടിക്കണം. ഇനീഷ്യലി ഇൻഡക്ടറിലുള്ള കറണ്ട് എത്രയായിരുന്നു? 2 ആംപിയർ ആയിരുന്നു. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്തായിരുന്നു? 0 വോൾട്ട് ആയിരുന്നു. അത് നമുക്കറിയുന്നതാണ്. ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുക? ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡക്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു SL എന്ന് പറയുന്ന ഒരു ഇമ്പിഡൻസും ഇൻ സീരീസ് വിത്ത് എ വോൾട്ടേജ് സോഴ്സ് ഹാവിംഗ് വാല്യൂ L ഇൻറ്റു I0 ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. I0 ഇവിടെ ഉണ്ട്, 2 ആംപിയർ ആണ്. Lൻ്റെ വാല്യൂ 1 ആംപിയർ ആണ്. സോ ആ ഇൻഡക്ടറിന് നമ്മൾ എന്ത് ചെയ്യും? SL എന്ന് പറയുന്ന ഒരു ഇമ്പിഡൻസും ഒരു വോൾട്ടേജ് സോഴ്സും സീരീസ് വിത്ത് വോൾട്ടേജ് സോഴ്സും ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. കപ്പാസിറ്ററിന് നമ്മൾ എന്ത് ചെയ്യും? 1/CS എന്ന് പറയുന്ന ഒരു ഇമ്പിഡൻസ്. അതിന് പക്ഷേ സീരീസ് ആയിട്ട് എന്തില്ല? വോൾട്ടേജ് സോഴ്സില്ല. കാരണം എന്താണ്? നമ്മുടെ V0ൻ്റെ വാല്യൂ 0 ആണ്. സോ V0/S 0 ആയിട്ട് പോകും. വോൾട്ടേജ് സോഴ്സ് 0 മീൻസ് ഷോർട്ട് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ദിസ് ഇൻഡക്ടറിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു SL എന്ന് പറയുന്ന ഇൻഡക്ടർ. Lൻ്റെ വാല്യൂ 1 ആണ്. ദെൻ ഇൻ സീരീസ് വിത്ത് വോൾട്ടേജ് സോഴ്സ്. വോൾട്ടേജ് സോഴ്സിൻ്റെ പൊളാരിറ്റി എങ്ങനെയായിരിക്കണം? മുകളിൽ മൈനസും അടിയിൽ പ്ലസും. കാരണം I0 ഫ്ലോ ചെയ്യുന്നത് മുകളിൽ നിന്ന് അടിയിലോട്ടാണ്. അപ്പോൾ I0 ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. അതേ ഡയറക്ഷനിൽ തന്നെ ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? ആ വോൾട്ടേജ് സോഴ്സ് വരയ്ക്കാം. വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ എന്താണ്? L ഇൻറ്റു I0 ആണ്. ദെൻ നമ്മൾ കപ്പാസിറ്ററിന് നമ്മൾ എന്ത് ചെയ്യും? 1/CS ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. 1/CS. സിയുടെ വാല്യൂ എത്രയാണ്? 1 ഫാരഡ് ആണ്. അപ്പോൾ 1/S എന്ന് കിട്ടും. ബാക്കി കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് ഇതിൽ കൂടെയുള്ള കറണ്ട് നമ്മൾ I(s) ആയിട്ട് എടുക്കും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഇങ്ങനെ കിട്ടും. ഓക്കെ. സോ നമ്മുടെ ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് ഇവിടെ നമ്മുടെ എന്താണ്? IL(s) എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഈ IL(s) ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ കപ്പാസിറ്റർ നമ്മൾ എന്തായി? 1/CS ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇൻഡക്ടറിന് എങ്ങനെയായി? SL. Lൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് S മാത്രമായിരിക്കും. L ഇൻറ്റു I0. Lൻ്റെ വാല്യൂ 1 ആണ്. I0യുടെ വാല്യൂ 2 ആണ്. സോ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടി? S ഡൊമൈൻ ഈക്വലന്റ് സർക്യൂട്ട് നമ്മൾ സ്റ്റെപ്പ് 3 ആയിട്ട് നമ്മൾ വരച്ചു. ഇനി അടുത്തതായിട്ട് ഈ IL(s) IL(t) കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം IL(s) കണ്ടുപിടിക്കണം. IL(s) എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളിവിടെ ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ്. ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലാകെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉള്ളൂ. അതെത്രയാണ്? ഈ 2 വോൾട്ടിൻ്റെ 2 വാല്യൂ ഉള്ള 2 മാഗ്നിറ്റ്യൂഡുള്ള അല്ലെങ്കിൽ 2 വോൾട്ട് ഉള്ള ബാറ്ററിയാണ്. ദെൻ ആ സർക്യൂട്ടിൽ ഈ ഇമ്പിഡൻസും എന്താണ്? സീരീസ് ആണ്. ഓക്കെ. സോ ടോട്ടൽ ഇമ്പിഡൻസ് എന്ത് വരും? 1/S പ്ലസ് S വരും. സോ നമുക്ക് ഈ സർക്യൂട്ടിലെ കറണ്ട് എന്താണ്? IL(s) ആണ്. നമുക്ക് എന്ത് എഴുതാം? വോൾട്ടേജ് ബൈ ഇമ്പിഡൻസ്. വോൾട്ടേജ് എത്ര? ഈ സിമ്പിൾ സർക്യൂട്ടിലത്തെ വോൾട്ടേജ് എത്ര? 2 ആണ്. ഇമ്പിഡൻസ് എത്ര? S പ്ലസ് 1/S ആണ്. എസും 1/Sഉം ചേർന്നതാണ് ടോട്ടൽ ഇമ്പിഡൻസ്. സോ ഇത് സിമ്പിൾ സർക്യൂട്ടാണ്. ഒരു ലൂപ്പുള്ള സർക്യൂട്ട്. നമുക്കപ്പോൾ മെഷ് അനാലിസിസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IL(s) കിട്ടും. അപ്പോൾ ഇത് സിമ്പിൾ സർക്യൂട്ട് ആയതുകൊണ്ട് ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് ചെയ്താൽ മതി. ടോട്ടൽ വോൾട്ടേജ് 2 വോൾട്ട് ആണ്. ഇമ്പിഡൻസ് എന്താണ്? 1/Sഉം Sഉം ആണ്. സോ 1/S പ്ലസ് S. ദാറ്റ് ഈസ് ദ കറണ്ട് IL(s) കിട്ടി. ഇതിന് IL(t) നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് IL(t) കണ്ടുപിടിക്കുക. ഓക്കെ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.